ഇന്ന് നമുക്ക് പീച്ചിങ്ങയും പരിപ്പും ചേർത്ത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വീഡിയോയ്ക്ക് മറക്കാതെ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കറി വെക്കാനായിട്ട് വലിയൊരു പീച്ചിങ്ങ എടുത്തിട്ടുണ്ട്. തൊലി ചെത്തിക്കളഞ്ഞ് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് എടുത്തിട്ടുണ്ട്. അധികം മൂക്കാത്ത നല്ല പിഞ്ചായിട്ടുള്ള പീച്ചിങ്ങ വേണം എപ്പോഴും കറി വെക്കാനായിട്ട് എടുക്കാനായിട്ട്, എന്നാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ കേട്ടോ. തോരൻ വെക്കാനായാലും നല്ല പിഞ്ച് പീച്ചിങ്ങ വേണം എടുക്കാനായിട്ട്, എന്നാലേ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഞാനത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് എടുത്തിട്ടുണ്ട്. കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള പരിപ്പ് നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. 250 ml കപ്പിൽ 1/4 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീച്ചിങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചെറിയൊരു തക്കാളി ചേർക്കാം. തക്കാളി ചേർക്കുമ്പോൾ കൂടിപ്പോകണ്ട, ചെറിയൊരു തക്കാളി മാത്രം ചേർത്താൽ മതിയാകും. ഇതിലേക്ക് ഞാൻ 5 ഉള്ളി ചേർക്കുവാണ്. ഒന്ന് മുറിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുവാണ്. 1/2 ടീസ്പൂൺ അധികം എരിവില്ലാത്ത മുളക് പൊടി ചേർക്കുവാണ്. നമ്മളിതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് കൂടുതലും പച്ചമുളകാട്ടോ ചേർക്കുന്നത്. പാകത്തിനുള്ള ഉപ്പും ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം. വേഗം പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 2.25 കപ്പ് വെള്ളം ചേർക്കുവാണ്. നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാനിത് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ 3 വിസിൽ വരെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. പീച്ചിങ്ങയും പരിപ്പും നന്നായിട്ട് വെന്ത് കിട്ടണം. ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. 1/4 കപ്പ് തേങ്ങ, 3 അല്ലി വെളുത്തുള്ളി, 5 ചെറിയ ഉള്ളി, 1/2 ടീസ്പൂൺ ജീരകം, എരിവിനനുസരിച്ചിട്ട് പച്ചമുളക്, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ. അരച്ചെടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ പീച്ചിങ്ങയും പരിപ്പൊക്കെ നന്നായിട്ട് ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. സ്പൂൺ കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1.5 കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ട്. 250 ml കപ്പിൽ 1.5 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കാം. തിളച്ചതിന് ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. അരപ്പിൻ്റെ പച്ചമണം മാറി ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ നമുക്കിത് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാനിനി ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുവാണ്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം മതിയായിരിക്കും. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യും. ഇനി ഇത് തണുത്ത് കഴിയുമ്പം ഒന്നുകൂടെ കുറുകി വരും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുവാണ്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ കടുക് ചേർക്കുവാണ്. കടുക് പൊട്ടി വരുമ്പം ഇതിലേക്ക് ഞാൻ 2 വറ്റൽമുളകും 3 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർക്കുവാണ്. ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയം നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പരിപ്പും പീച്ചിങ്ങയും ചേർത്തിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.